ഇന്ത്യയിൽ മുസ്ലിം ഭരണത്തിന് അടിത്തറയിടുകയും ഭരണവംശത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തതിനെക്കുറിച്ച് സംസാരിക്കാൻ ഒരു ചെറിയ പ്രസംഗരൂപത്തിൽ താഴെ നൽകുന്നു. പ്രസംഗം: ഇന്ത്യയിലെ മുസ്ലിം ഭരണവംശത്തിന്റെ തുടക്കം. പ്രിയമുള്ളവരെ, ഇന്ത്യൻ ചരിത്രത്തിലെ നിർണായകമായ ഒരു അധ്യായത്തെക്കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. ഇന്ത്യയിൽ മുസ്ലിം ഭരണവംശത്തിന് ആര്, എങ്ങനെയാണ് തുടക്കം കുറിച്ചത് എന്ന്. ഇന്ത്യയിൽ മുസ്ലിം സാമ്രാജ്യത്വത്തിന്റെ യഥാർത്ഥ സ്ഥാപകനായി ചരിത്രം രേഖപ്പെടുത്തുന്നത് മുഹമ്മദ് ഗോറിയെ, മുഇസ് അൽ-ദിൻ മുഹമ്മദ് ഗോറി ആണ്. എന്നാൽ ഇന്ത്യയിൽ ഒരു മുസ്ലിം ഭരണവംശം, ഡൈനസ്റ്റി ഔദ്യോഗികമായി സ്ഥാപിച്ചത് അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ അടിമയും സൈന്യാധിപനുമായിരുന്ന കുത്തുബുദ്ദീൻ ഐബക് കുത്ബെ അൽ-ദിൻ ഐബക് ആണ്. 1. അടിത്തറയിട്ട പോരാട്ടങ്ങൾ. മുഹമ്മദ് ഗോറി. 12-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ് മുഹമ്മദ് ഗോറി ഇന്ത്യയിലേക്ക് ആക്രമണങ്ങൾ നയിക്കുന്നത്. AD 1191 നടന്ന ഒന്നാം തറൈൻ യുദ്ധത്തിൽ പൃഥ്വിരാജ് ചൗഹാനോട് തോറ്റെങ്കിലും തൊട്ടടുത്ത വർഷം AD 1192 നടന്ന രണ്ടാം തറൈൻ യുദ്ധത്തിൽ ഗോറി വൻ വിജയം നേടി. ഈ വിജയം ഉത്തരഭാരതത്തിൽ മുസ്ലിം ഭരണത്തിന് വഴി തുറന്നു. ഇന്ത്യയിലെ തന്റെ അധീനതയിലുള്ള പ്രദേശങ്ങളുടെ ചുമതല അദ്ദേഹം ഖുതുബുദ്ദീൻ ഐബക്കിനെ ഏൽപ്പിച്ച ശേഷം മടങ്ങി. 2. വംശത്തിന്റെ തുടക്കം. ഖുതുബുദ്ദീൻ ഐബക്. AD 1206 മുഹമ്മദ് ഗോറി കൊല്ലപ്പെട്ടു. തുടർന്ന് അദ്ദേഹത്തിന്റെ പ്രതിനിധിയായിരുന്ന ഖുതുബുദ്ദീൻ ഐബക് സ്വയം സ്വതന്ത്ര ഭരണാധികാരിയായി പ്രഖ്യാപിക്കുകയും ഡൽഹി സുൽത്താനേറ്റിന് തറക്കല്ലിടുകയും ചെയ്തു. ഇതോടെ ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ഭരണവംശമായ അടിമവംശം, മംലുക് ഡൈനസ്റ്റി നിലവിൽ വന്നു. ഡൽഹി കേന്ദ്രമാക്കി ഭരണം ആരംഭിച്ച ആദ്യ സുൽത്താനായിരുന്നു ഐബക്. അദ്ദേഹത്തിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ദാനധർമ്മങ്ങളും കാരണം അദ്ദേഹം ലക്ഷങ്ങൾ ദാനം ചെയ്യുന്നയാൾ എന്നറിയപ്പെട്ടു. ചരിത്രപ്രസിദ്ധമായ ഖുതുബ് മിനാറിന്റെ നിർമ്മാണം ആരംഭിച്ചതും ഖുതുബുദ്ദീൻ ഐബക് ആയിരുന്നു. സമാപനം. ചുരുക്കത്തിൽ, മുഹമ്മദ് ഗോറി സൈനിക വിജയങ്ങളിലൂടെ ഇന്ത്യയിൽ മുസ്ലിം ഭരണത്തിന് അടിത്തറയിട്ടപ്പോൾ ഖുതുബുദ്ദീൻ ഐബക് അതിനെ ഒരു ഭരണവംശമാക്കി ഡൈനസ്റ്റി മാറ്റുകയും ഡൽഹി സുൽത്താനേറ്റിന് തുടക്കം കുറിക്കുകയും ചെയ്തു. ഈ തുടക്കമാണ് പിൽക്കാലത്ത് ഖിൽജി, തുഗ്ലക്, ലോധി വംശങ്ങൾക്കും ഒടുവിൽ മുഗൾ സാമ്രാജ്യത്തിനും വഴി തുറന്നത്. നന്ദി.